മാസങ്ങളോളം സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഇരിക്കുംതോറും രുചി കൂടുന്ന ലെമൺ പിക്കിള് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചു വെച്ച് നനഞ്ഞ സ്പൂൺ ഉപയോഗിച്ച് എടുക്കാതിരുന്നാൽ ദിവസങ്ങൾ കഴിയുന്തോറും രുചി കൂടി വരും. ആദ്യം ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാം. കഴുകി വൃത്തിയാക്കിയ നാരങ്ങ, ഇതിപ്പോൾ 25 എണ്ണം ഉണ്ട്. എല്ലാ നാരങ്ങയും ചേർത്ത് അടച്ചു വെച്ച് സ്റ്റീം ചെയ്യാം. ഇതിൽ തന്നെ നാരങ്ങ കുക്കാവും. അതവിടെ തണുക്കാനായി മാറ്റി വയ്ക്കാം. പിക്കിൾ ഉണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത്. എന്നാൽ മാത്രമേ നല്ലൊരു രുചി കിട്ടുള്ളൂ. 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കാം. എന്നിട്ട് കടുക് ചേർത്ത് പൊട്ടിയ ശേഷം 30 വെളുത്തുള്ളി മുഴുവനെ തന്നെ ചേർക്കാം. കൂടെ 5 പച്ചമുളകും കറിവേപ്പിലയും ചേർക്കണം. ഇനി വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി. ഇത്രയും ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം ചേർക്കണം. തിളച്ച എണ്ണയിൽ പെട്ടെന്ന് പൊടികൾ മൂക്കും. നല്ല മണമാണ് ഈ സമയം. ഒട്ടും കരിയാതെ ശ്രദ്ധിക്കണം. ഇനി പാകത്തിന് ഉപ്പ് കൂടെ ചേർത്ത് വീണ്ടും മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കാം. ഇതൊന്ന് തിളച്ച ശേഷം ചെറുതായി മുറിച്ച കുരു മാറ്റിയ സ്റ്റീം ചെയ്ത നാരങ്ങ പീസസ് ചേർക്കാം. ഇതുപോലെ ചെറിയ പീസസ് ആയിരുന്നാൽ ഒട്ടും വേസ്റ്റ് ആവില്ല. എടുക്കുന്നവർ മുഴുവൻ കഴിക്കും. ഫ്ലെയിം ഓഫ് ചെയ്താണ് നാരങ്ങ ചേർത്തത്. നന്നായി മിക്സ് ചെയ്ത് തണുത്തതിന് ശേഷം എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മാത്രം മതി. ഈ പിക്കിൾ ഉണ്ടാക്കി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് മാത്രം ഉപയോഗിക്കാം. ദിവസങ്ങൾ കഴിയും തോറും രുചി കൂടി വരും.